അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച. പതിവ് തെറ്റിക്കാതെ ഫുഡും പാക്ക് ചെയ്ത് ഹൈക്കിംഗ് ഷൂസും ഒക്കെ ഇറുക്കി കെട്ടി നമ്മൾ ഇറങ്ങി. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല. ദേ ഈ കൂടെ ഓടാൻ വേറെ രണ്ടുപേരും കൂടെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്, അച്ഛനും അമ്മയും. ബാലിൻ്റെ അച്ഛനും അമ്മയും വന്നതിന് ശേഷം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു സാറ്റർഡേ ഹൈക്ക് ഓർ സാറ്റർഡേ ട്രിപ്പ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഹൈക്ക് അല്ലെങ്കിൽ ഈ ട്രിപ്പ് ഭയങ്കര സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡിൻ്റെ എല്ലാ ഭംഗിയും കയ്യിലിങ്ങനെ ഇറുക്ക പിടിച്ചിരിക്കുന്ന ഒരു വില്ലേജ് ഉണ്ട്, ഗ്രിൻഡൽവാൾഡ്. എല്ലാവർക്കും സ്വിറ്റ്സർലാൻഡിലേക്ക് വരുമ്പോൾ തന്നെ ഓപ്ഷനിൽ ഇങ്ങനെ വെക്കുന്ന 2-3 സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗ്രിൻഡൽവാൾഡ്. അങ്ങനെ ഗ്രിൻഡൽവാൾഡ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ വന്നാൽ എങ്ങനെ ഗ്രിൻഡൽവാൾഡിലേക്ക് പോകണമെന്ന് വെച്ചാൽ ആദ്യം ഇൻ്റർലാക്കൺ വരിക. ഇൻ്റർലാക്കണിൽ നിന്ന് ട്രെയിൻ എടുത്താൽ ഒരു 30-35 മിനിറ്റ്സിൽ നിങ്ങൾ ഗ്രിൻഡൽവാൾഡ് എത്തും. എന്നിട്ട് നിങ്ങൾക്ക് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഇന്ന് നേരെ അവിടുന്ന് ഫസ്റ്റ് ബാൻ എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പിൽ വന്നിട്ട് ഈ കേബിൾ കാർ എടുത്ത് ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ, ഞങ്ങൾ ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ മൈനർ സമ്മിറ്റ് ഉണ്ട്. ഗ്രിൻഡൽവാൾഡിലെ ഒരു മൗണ്ടൻ്റെ ഒരു ചെറിയ സമ്മിറ്റാണ്. ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ ഒരു ചെറിയ ഹൈക്ക്. അച്ഛാ അമ്മേ എങ്ങനെയുണ്ട്? ഭൂമിയിലെ സ്വർഗം അതാണ്. ഇതാണ് നമ്മുടെ ഗൈഡ്. അതാ ഗൈഡിനെ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ അതോ ഇവിടുന്ന് കിട്ടിയതാണോ? ഹലോ ഗൈഡ്, ഹലോ ഗൈഡ്, ഗൈഡ് ഗൈഡ് നിങ്ങൾ എല്ലാരെയും കൊണ്ടുപോവോ അതോ നിങ്ങളുടെ അമ്മൂമ്മേനെ ഞാനേ മാത്രമേ കൊണ്ടുപോകുള്ളൂ? വേണ്ട. ഇനി നമുക്ക് നടപ്പ്. ഇനി നമ്മുടെ കേബിൾ കാറും ബസ്സും ട്രെയിനും എല്ലാം നമ്മുടെ കാല് തന്നെ. ഇനി ഫുൾ ടൈം കാൽനട യാത്രയിലേക്കാണ് ഇനി ആസ് യൂഷ്വൽ എൻ്റെ വകയൊരു ക്ലാസ്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ സ്ഥലത്തിനെ പറ്റി അത്യാവശ്യം ചകഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഈ ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റ് എന്ന് പറയുന്ന സബ്മിറ്റ് ഈ ബഹ്നീസ് ഓബർലാൻഡ് എന്ന് പറഞ്ഞ ഒരു റീജിയനിൽ പെട്ട ഒരു സബ്മിറ്റാണ്. ബഹ്നീസ് ഓബർലാൻഡ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിൻ്റെ സെൻട്രൽ ഭാഗത്തുള്ള ഒരു ക്യാൻറ്റണാണ് ബേൺ. അപ്പോൾ ബേണിലെ എല്ലാ പർവ്വത റീജിയൻസും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പറയുന്ന പേരാണ് ബഹ്നീസ് ഓബർലാൻഡ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കേട്ടോ ഈ ലൈക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള യോങ്ഫ്രോ ഓർ മോൺച്ച് ഓർ എയ്ഗർ, ഇതൊക്കെ ഈ ബഹ്നീസ് ഓബർലാൻഡിൻ്റെ ഭാഗമാണ്. അതുപോലെ ബഹ്നീസ് ഓബർലാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മിറ്റാണ് ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റും. പിന്നെ ഈ ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റ് എങ്ങനെ എല്ലാവരുടെയും ഇടയ്ക്ക് ഇവിടെ അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിന് പറയുന്നതാണ് ടോപ്പ് ഓഫ് അഡ്വഞ്ചർ. യോങ്ഫ്രോനെ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റാണ് ടോപ്പ് ഓഫ് അഡ്വഞ്ചർ എന്നറിയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ഫ്ലയർ ഉണ്ട്, ലൈക്ക് മൗണ്ടൻ കാർട്ടിങ്, ലോട്ട് ഓഫ്, പിന്നെ ക്ലിഫ് വാക്ക്, അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ലോട്ട് ഓഫ് അഡ്വഞ്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. നമുക്ക് അതിലെ ഒരെണ്ണം ക്ലിഫ് വാക്ക്, ഈ കാണുന്നതാണ് ആ ബ്യൂട്ടിഫുൾ ക്ലിഫ് വാക്ക്. നമുക്കതൊന്ന് ചെയ്യാം. ഇത് കണ്ട, ഇതിൻ്റെ ഈ പാറ കാണുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് വിചാരിക്കില്ല. ആക്ച്വലി ഇത് അങ്ങനെയല്ല, ഇങ്ങനെ ലെയർ ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കണ്ട, ഇതുണ്ടോ, അങ്ങനെ ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പൊട്ടി വരും. അതാണ് അതിനകത്ത് കട്ട് ചെയ്തിട്ടുള്ള ഭംഗി അല്ലേ. നല്ല രസമുണ്ട് അത് കാണാനും. എടുത്താലോ വീട്ടിൽ കൊണ്ടുപോകാൻ. ഇത് നോക്ക്, ഞങ്ങൾ ഈ ക്ലിഫ് വാക്കിൽ നടന്ന് ചെല്ലുന്ന സ്ഥലം അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നോക്കി, എന്താ ഭംഗി. നീലവിടെ നിന്ന് ഉണ്ടോ?
moves were avoided by humans because they thought that there were evil spirits and demons over there. ഓ ഓക്കെ which is ബഹാൽസിയിൽ അല്ലേ? Criminals were thrown into more pools and human sacrifices were made to appease the angry spirits. ഓക്കെ So sacrifices are to make them happy. ഇതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ക്ലിഫ് വോക്ക്. ശരിക്കും എന്ത് രസമല്ലേ. റൈറ്റ് സൈഡിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്ന് നമ്മൾ അവസാനം ഇവിടെ എത്തി. ഇതിൻ്റെ ഈ ക്ലിഫ് വോക്കിൻ്റെ പേര് ഫസ്റ്റ് ക്ലിഫ് വോക്ക് എന്നാണ്. അതിന് പേര് വരാൻ കാര്യം ഈ മൗണ്ടൻ പീക്കാണ്. ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് എന്നാണല്ലോ ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മുടെ ഹൈക്ക് തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ പൊന്ന് സാറേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിട്ടാണ് നമ്മുടെ ആ ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഷുമ്മെന്ന് പറഞ്ഞാൽ അങ്ങ് ഓടിപ്പോകാൻ തോന്നില്ല. നമുക്ക് എല്ലായിടത്തും നിന്ന് കണ്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് ബ്രേക്ക് എടുത്ത് പോവാം കേട്ടോ. ഇവിടെയൊക്കെ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ ബ്രേക്ക് എടുക്കാനാണ്. അതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ നല്ല നിന്ന് ആസ്വദിച്ച് തന്നെയാണ് പോയത്. പിന്നെ ഈ സ്റ്റെപ്സിന് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വീഡിയോ എടുത്തതാണ്. അതൊക്കെ കാരണം ഇതൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് അങ്ങ് പോവും. പിന്നെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണുമ്പോഴേ ഇത് അവിടെ അങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് നമ്മൾ ഓർക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇതും. എല്ലാവരും താഴെക്കൂടെ നടക്കുമ്പം നീല് വലിഞ്ഞു കയറി മുകളിൽ കൂടെ വേറെ വഴി സെലക്ട് ചെയ്ത് ആ വഴി പോവാണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും അവനെപ്പോൾ എവിടെ പോകുമ്പോഴും അങ്ങനെ തന്നെ അവൻ്റേതായ ഒരു വഴി എടുത്തിട്ട് നമുക്കിങ്ങനെ പോകാം നമുക്കങ്ങനെ പോകാമെന്ന് പറയും. ഞങ്ങളെപ്പോഴും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം അതല്ലേ രസം. നമ്മളെല്ലാവരും പോകുന്ന വഴിയിലല്ലാതെ നമ്മൾ സ്വന്തമായിട്ടൊരു വഴി സെലക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇന്ന് വലിഞ്ഞു കയറി മുകളിൽ അവൻ്റെ കൂടെ നടക്കുന്നത് അപ്പയാണ്. അവർ രണ്ടുപേരും അതുവഴി മുകളിൽ കൂടി നടക്കുമ്പോൾ ഇവിടെ താഴെ അമ്മുമ്മയും ഞാനേയും മഞ്ഞ് കണ്ടിട്ട് അവർക്ക് ആദ്യമായിട്ടാണ് ആ മഞ്ഞിൻ്റെ തൊട്ടടുത്തെത്തുന്നത്. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അത് കുത്തിയൊക്കെ നോക്കുകയാണ്. അത് കാണാനൊരു രസമായിരുന്നു അവരുടെ ആ ഫസ്റ്റ് എക്സൈറ്റ്മെൻറ്റ്. അതിലൂടെ കേറിക്കോടാ. കൈക്ക് ബലം കൊടുക്കുന്നില്ല, കാലിനല്ല കൈക്ക്. അപ്പം കഴിഞ്ഞു, അല്ല മോൻ കഴിഞ്ഞ് അപ്പന്റെ ശ്രമമാണ് കേറാനുള്ള. ശരിയാ മോനെ, നടക്കൂല. അതോ എന്റെ ബാൽ, നീയല്ലേ പറഞ്ഞ നീ മറ്റേത് കേറും മനുഷ്യർക്ക്. നീല് കേറടാ നീലു, അങ്ങനെ കേറ. അപ്പ കേറുന്നതിന് മുന്നേ കൈ കുത്തി കേറടാ. അത് തന്നെ, അത്രേ ഉള്ളൂ. കേറടാ, ഫസ്റ്റ് നീ എത്തണോ. നീ കോമ്പറ്റീഷൻ. ഞാൻ അപ്പളേ പറഞ്ഞ കേറിക്കോ, അതില്ലാതെ നടന്നു കയറാന്ന്. ഇങ്ങോട്ട് വാ, ഈ വഴി വാ. ഞാൻ എങ്ങോട്ട് ഹൈക്കിങ്ങിന് പോയാലുണ്ടല്ലോ എനിക്കൊരു ഐറ്റിനറി ഉണ്ടാവും. കാരണം അത് ഉണ്ടാക്കാൻ തുടങ്ങിയത് നീല് കുറച്ചും കൂടിയൊക്കെ ഒരു അറിയാനൊക്കെ ആയ പ്രായം മുതൽ ഞാൻ എവിടെ പോകുമ്പോഴും ഒരു ഐറ്റിനറി എൻ്റെ മിക്കപ്പോഴും പ്രിൻ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിലുണ്ടാവും. എന്നാലേ എനിക്ക് അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്ന അതാണ്, അത് കഴിഞ്ഞാൽ ഇതാണ്, അങ്ങനെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ബഹാൽസി എന്ന് പറഞ്ഞൊരു ലേക്ക് കാണാനാണ്. ദി ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റ്
മൗണ്ടൻ റേഞ്ചിലെ ഒരു ഫേമസ് ലേക്കാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് ഉദ്ദേശം. പിന്നെ അവിടുന്ന് നേരെ ഹൈക്ക് ചെയ്ത് ഫ്ലവർ ട്രയൽ വഴി ബോഹ്ട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലെത്തുക. ഇതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഈ സ്പോട്ടും ഇന്നത്തെ ഐറ്റിനറിയിലുള്ള ഒരു സ്പോട്ടാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണുന്ന മൗണ്ടൻ ഷ്രക്ഹോൺ എന്ന് പറഞ്ഞ മൗണ്ടനാണ്. നമ്മൾ വന്ന ഗ്രിൻഡൽവാൾഡ് ഫിസ്റ്റ് 2000 മീറ്റേഴ്സാണ്. ഷ്രക്ഹോൺ അതിൻ്റെ ഇരട്ടിയാണ്. പിന്നെ ഈ വഴി ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ട്രയലിൻ്റെ പേരേ ഫ്ലവർ ട്രയൽ എന്നാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഈ പുല്ലിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഒരു മഞ്ഞ മഞ്ഞ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കളർ, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുക സ്പ്രിങ്ങൊക്കെ ആകുമ്പോൾ ഇവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, ഫുള്ള് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ. ഇപ്പം അത്ര ഫ്ലവേഴ്സ് ഇല്ല. പിന്നെ ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് നല്ല സണ്ണായിട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഫ്ലവറിൻ്റെ ഒക്കെ കളറൊക്കെ നമുക്ക് ഫുൾ അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല വൈബായിരുന്നു മൊത്തത്തിൽ. പിന്നെ ദാ അങ്ങനെ ഐറ്റിനറിയിലെ മെയിൻ സാധനം ടിക്ക്, ബഹാൽപ്സിയിലെത്തി. പക്ഷെ സത്യം പറയാണ്ടല്ലോ ഇവിടെ വരുമ്പം അതൊരു ടിപ്പ് പോലെ ഞാൻ പറയുന്നതാണ്. ബഹാൽപ്സിയിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് മാക്സിമം നമ്മൾ കുറച്ച് ഏർലി മോർണിംഗ് എത്താൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഡേ ഒരു വിൻഡി ഡേ ആയിരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിൻഡുള്ള ദിവസം നമുക്ക് ഈ ലേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ലേക്ക് ഇങ്ങനെ അനങ്ങി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റില്ല മൗണ്ടൻ്റെ. അല്ലാത്ത ദിവസം നിങ്ങൾ ഏർലി മോർണിംഗ് വരുമോ അല്ലെ വിൻഡില്ലാത്ത ദിവസം വന്നാൽ നല്ല അടിപൊളിയായിട്ട് ഷ്രക്ഹോണൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ ഫോട്ടോസൊക്കെ തന്നെ ഗൂഗിളിൽ അടിച്ച് നോക്കി വെള്ളം ഇറക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷെ ഒന്നും നടന്നില്ല, ചീറ്റിപ്പോയി. പക്ഷേ എന്ത് വേണം, ചീറ്റിപ്പോയാൽ എന്താ, ഇല്ലേലെന്താ, ഇത് പോരെ. നമ്മളിങ്ങനെ ഇരുന്ന് ഈ ബെഞ്ചിലിരുന്നാൽ തന്നെ നമ്മളൊരു മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ടും കാണാനായിട്ടും ചുറ്റിലും ഇങ്ങനെ സ്നോ ഒക്കെ വീണ് കിടക്കുന്ന മൗണ്ടനും ലേക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ മഞ്ഞിങ്ങനെ എന്ത് രസം. പിന്നെ പച്ച കളറും നല്ല ഭംഗിയായിരുന്നു. നമ്മൾ കുറേ നേരം ഇരുന്ന് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് വേറെ ആരും അധികം ആ വഴിക്ക് പോകുന്നില്ല. നമ്മളോട് താഴേനെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ചൊരു മഴയുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട് അവരെങ്ങനെ സജസ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ നമുക്ക് പോകാൻ വേണമെങ്കിൽ എന്ന്. അപ്പം നമ്മൾ എന്താണെങ്കിലും പോകാം, കാരണം അച്ഛനെയും അമ്മേനെയും കൊണ്ടൊക്കെ വന്നതല്ലേ. പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞു നിങ്ങൾക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താണേലും വരികയാണ്, ഇത് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പം നമുക്ക് എന്താണേലും ചെയ്യാമെന്നുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ, മെല്ലനെ കാല് വെച്ചേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. കാരണം നീലിനാണ് ഏറ്റവും സന്തോഷം. അവനിങ്ങനെ ഈ മഞ്ഞിൽ കളിക്കുക അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ചവിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് അതൊരു എക്സ്ട്രാ ഇഷ്ടമല്ലേ. അച്ഛനെ അമ്മേ കൊണ്ടുപോകാത്ത വഴികളൊന്നും ഇല്ലിനി. അങ്ങനെ കണ്ടു, ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ റിഫ്ലക്ഷൻ കണ്ടു മക്കളെ. എൻ്റെ കേസിൽ എപ്പോഴും അങ്ങനെയാണ്, ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എനിക്ക് എന്താണേലും കാണാൻ പറ്റും, പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതുപോലെയായിരുന്നു. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഈ ദിവസം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളോട് താഴേന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ നമ്മൾ നോക്കിപ്പോണം, അല്ലെങ്കിൽ ഇന്നത്ര ചിലപ്പോൾ ഹെവി റെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ ഹെവി റെയിനൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ആളുകളും കുറവായിരുന്നു. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ചെയ്ത ഹൈക്കിൽ നിന്ന് നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, കുറച്ചൊക്കെ പാടുണ്ടെങ്കിലും അത് നമ്മൾ ആ മനക്കെട്ടി ഉണ്ടെങ്കിൽ പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ എന്താണേലും മുന്നോട്ട് പോവുകയാണ്. അടിപൊളി, എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകുന്നു, അങ്ങോട്ട് നോക്കിയാൽ മലകൾ മഞ്ഞ് വീണ് കിടക്കുന്നു, ഫുൾ പച്ചപ്പ്, ഒരു ഫീല് തന്നെയായിരുന്നു ഈ ഹൈക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി. ഞങ്ങളും മാത്രം, വേറെ ആരുമില്ല ഈ വഴിക്ക്. ഞാനും എൻ്റെ ആളും ഇവിടെ. പിന്നെ 40 പേരൊന്നും, പിന്നെ 4 പേരും. ആ വഴിയിലേക്ക് എങ്ങനെയാലും നമ്മൾ കയറണം.
മഴ പെയ്തതുകൊണ്ട് അമ്മ ഒരു റെയിൻ കോട്ടൊക്കെ ഇട്ടു. ഒരു പിന്നെ അച്ഛൻ്റെ കയ്യിലൊരു കുടയുണ്ട്, നീലിന് റെയിൻ ജാക്കറ്റ് ഉണ്ട്, ബാലിനും ഒരു റെയിൻ ജാക്കറ്റ് എന്ന് പറയാം, അങ്ങനെ ഒരു സാധനം, എനിക്കും അങ്ങനെ ഒരു സാധനം, ഒരു എക്സ്ട്രാ കുടയും കൂടി ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നമുക്ക് വേണ്ടി ഇത്രയും നേരം മുകളിൽ വന്നപ്പോൾ വരെ സണ്ണുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല. അതാ മാർമറ്റ് പോകുന്നു, അതാ മാർമറ്റ്. അയ്യോ കാണാൻ പറ്റില്ല, മുകളിലുണ്ട് മാർമറ്റുണ്ട്. അയ്യോ അയ്യോ ഇതെന്താ ഇത്, ചതുപ്പാണ് ഗൈസ്. മൈ ഗോഡ്, ഞാൻ വിചാരിച്ചില്ല ഇത്ര ചതുപ്പായിരിക്കുമെന്ന്. ഈയിടെയായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ പോകുന്നതൊക്കെ അഡ്വഞ്ചറായി വരുന്നു. അഡ്വഞ്ചർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. പക്ഷെ ഇപ്പം കുറച്ച് ഈ കഴിഞ്ഞ തവണത്തെ ഹൈക്കും എങ്ങനെയായിരുന്നു, ഇതും അതെ. ഓ നൈസ് വാട്ടർ. നോക്കൂ, ഇതിൻ്റെ അകത്ത് കൂടി വെള്ളം ഒഴുകി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവും. നെക്സ്റ്റ് അഡ്വഞ്ചർ ഇസ് ദിസ്. ഫുള്ള് അച്ഛൻ്റെ എവിടെയും കാല് വെറ്റായി, അതാണ് പ്രശ്നം. പിന്നെ ഇറങ്ങി ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പോഴും കുറച്ച് ഫ്രണ്ടിൽ രണ്ടുപേരും പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് കോൺഫിഡൻസ് ആയി. എന്നാലും നല്ല രസമുണ്ട് ഈ ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട്. ഇങ്ങനെ നമ്മൾ ഫുള്ള് ഒരു പുഴ ഒരു പുഴയല്ല, ഒരു ചെറിയ തോട് പോലത്തെ, അതിനെന്താ പറയുക, ആ തോട് ചാടിക്കിടക്കേണ്ടി വന്നു. അപ്പോൾ ഫുള്ള് കാലെല്ലാവരുടെയും നനഞ്ഞു. പക്ഷെ എന്നാലും അച്ഛനും അമ്മയും ഒക്കെ ഉഷാറായിട്ട്. പിന്നെ നീല് പറയുന്നുണ്ട് ബെസ്റ്റ് ഹൈക്ക് ഇൻ മൈ ലൈഫ് എന്ന്. കാരണം അവന് വെള്ളത്തിൽ കളിക്കാൻ അളിപിളിയാവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഫുൾ ചെളിയിൽ ചാരണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. നോക്ക്, ഞങ്ങൾ പോകുന്ന വഴികൾ കണ്ട. ഇനി കാണാൻ പോകുന്ന കാഴ്ച നോക്കിക്കേ, ഫുള്ള് കോടമഞ്ഞിൻ ഓഹോ താഴ്വരയിലോ, അതുപോലെ വേറെ ആ ഭംഗി മാറി വേറെ ഭംഗിയായി. ചെറിയ തോടുകൾ ഇങ്ങനെ ഒഴുകുന്നു. ഇതാ മഞ്ഞ് മലകൾ ചുറ്റിനും, പിന്നെ കോടമഞ്ഞ്, എന്താ, പിന്നെ മഴ. ഒരു ജോൺസൺ മാഷിന്റെ പാട്ടും കൂടെ പ്ലേ ചെയ്തോളൂ ഗൈസ്. അവിടെ ഫുള്ള് മഞ്ഞ, അതിൽ കൂടി ക്രോസ് ചെയ്യണം. അവർ ക്രോസ് ചെയ്ത് കൈ പിടിച്ച ഒട്ടകങ്ങൾ വരി. ശമ്പൂണ്ണ ഒന്നേ. ഞാൻ കണ്ടു, ഞാനപ്പോ പറഞ്ഞു ശമ്പൂണ്ണ ഒന്നേ. രണ്ടോടെ പോയി. ഒരെണ്ണം കഴിയുമ്പോ ഓട്ടരടി അടുത്തത് വരുന്നുണ്ട്. ഇത്തവണ നീലാണ് ഗൈഡായിട്ട് അമ്മൂമ്മേനെ കൊണ്ടുവന്നത്. നീലും അമ്മൂമ്മ വീണാൽ നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുക്കാം. ഇനി ഞാൻ വീണാൽ ക്യാമറയോടെ ഒപ്പിയെടുക്കേണ്ടി വരും. ഓ ഞാനിപ്പോ പുലിയായി പോയതാ. ഞാനിപ്പോ പറയാ സ്ലിപ്പറിയാണേ, നോക്കണേ, എല്ലാരും നോക്കണം എന്നൊക്കെ. അല്ല നാനാ, അവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അയ്യോ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ആണോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു സാധനം കണ്ടില്ല. പിന്നെ അച്ഛൻ ഇങ്ങനെ പ്രതീക്ഷ ഇത്ര ഇതുപോലെയൊക്കെ നടക്കേണ്ടി വരും മഞ്ഞിന്റെ മുകളിൽ. എത്ര ദൂരം ഉണ്ടെന്നാണ് എനിക്ക് പറയേണ്ടത്. ഇനിയും ഉണ്ട് ഒരു 5 കിലോമീറ്റർ കൂടെ അല്ലേ? കോട തൊട്ടടുത്ത് എത്തിയല്ലോ.
എന്റെ ഈശ്വരാ മതി. ഇവിടുന്ന് കഴിഞ്ഞാ ഇപ്പഴേ തോന്നുന്നുണ്ട് ഒരു രക്ഷയില്ലാതെ പാലപ്പുറത്ത് എന്നിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്നേ ക്യാമറ ഓണാക്കി പിടിച്ചാ ഞാൻ പോകുന്നത്. നോക്കാം നോക്കാം നോക്കാം. എന്റെ അമ്മ ഫുള്ള് കോട. ഇതിന്റെ ഇടയ്ക്ക് കൂടെ വേണം നമുക്ക് പോവാൻ. ഇതിന്റെ ഇടയ്ക്ക് കൂടെ വേണം ഈ കോട പൊന്തി പൊന്തി ഇവിടെ എത്തി. ഇതിന്റെ ഇടയ്ക്ക് കൂടെ വേണം നമുക്ക് പോവാൻ. ചില ഹൈക്കുകൾ അങ്ങനെയാണ്. ഞാൻ സാധാരണ ഹൈക്കൊക്കെ തുടങ്ങി കുറച്ച് ടഫായിട്ടുള്ള ഹൈക്കാണെങ്കിൽ ഞാൻ തന്നെ ഓട്ടോമാറ്റിക്കലി വാച്ച് നോക്കും, അല്ലെങ്കിൽ ടൈം ഇനി എത്ര കിലോമീറ്റർ ബാക്കിയുണ്ടെന്ന് ചെക്ക് ചെയ്യും. അല്ലെ അത് ബാലിനോട് ചോദിച്ചുകൊണ്ട് നിൽക്കും. ഞാനാണേലും നീലാണേലും ചിലപ്പം ബാലാണേലും അതേ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഓ ഇനിയുണ്ടോ എന്നൊക്കെ. പ്രത്യേകിച്ചും നല്ല സമ്മറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല പാടായിരിക്കും. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റിൽ അത് ഓരോരോ സ്ഥലത്ത് ഓരോരോ ഭംഗിയാണ്. ഇതിന് സ്റ്റാർട്ടിങ് ഓർമ്മയില്ലേ, ഫുള്ള് മഞ്ഞൊക്കെ വീണ് കിടന്ന് അങ്ങനത്തെ സ്ഥലം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് ചെറിയ തോടൊക്കെ ഒഴുകുന്ന ഒരു ഭംഗി. പിന്നെ ഇത് ഇവിടെ എത്തിയപ്പോഴത്തേക്കും കോടമഞ്ഞ് ഇറങ്ങി. അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എല്ലാം കൂടി ഒരു പാക്കേജ്. ആ പാക്കേജിൽ പെട്ട ഒരു അഡീഷണൽ ആളാണ് ദൈ വരുന്നത്. നമ്മൾ നോക്കിയപ്പം ഈ ഹൈക്കിംഗ് ട്രയലിനെ പറ്റിയിട്ടൊക്കെ നോക്കിയപ്പം ഇവിടെ മാർമറ്റ് ഉണ്ട് എന്നറിയാം. മുമ്പേ നമ്മൾ ദൂരേന്ന് കണ്ടിരുന്നു. അപ്പം അടുത്തുനിന്ന് കാണാൻ പറ്റുമെന്നോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചല്ല. അങ്ങനെ ആ ഭാഗ്യവും കിട്ടി. പിന്നെ ഇവിടുന്ന് നമ്മൾ മാർമറ്റിനെ കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കില്ലായിരുന്നു കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ അടിച്ച് കയറ്റി. അങ്ങനെ എല്ലാവരും നല്ല എനർജറ്റിക്കായിട്ട് വീണ്ടും നമ്മൾ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് തന്നെ നോക്കാം ഇനി അടുത്ത എന്താ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. അവിടെ കാണുന്ന അങ്ങ് മോളിൽ കാണുന്ന ആ കെട്ടിടമായിരുന്നു ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ട് ക്ലിഫ് വാക്കിംഗ് ചെയ്ത മറ്റേ ഫസ്റ്റ് കേബിൾ കാറിൽ വന്ന് ഇറങ്ങിയ സ്ഥലം. അപ്പം നോക്ക്, അങ്ങനെ റൗണ്ട് അടിച്ച് നടന്ന് ഞങ്ങൾ ഇവിടെ എത്തി. എന്താ ഭംഗി നോക്ക്. അങ്ങനെ ഞങ്ങളൊരു വീട് കണ്ടു. അവസാനം നടന്ന് എന്തോ എന്തോ എഴുതിയിട്ടുണ്ട്, എന്തോ ബോട്ടാണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ബോട്ട് സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയെന്ന്. നമ്മൾ അവിടുന്ന് ബഹാബ്സിന്ന് താഴേക്ക് ഹൈക്ക് ഡൗൺ ചെയ്ത് ഇപ്പം ഇവിടെ എത്തി. ബോട്ടിൻ്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. എത്ര കൂടി പോകണ്ടെന്നറിയില്ല. അപ്പോഴത്തേക്കും മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് ബോട്ടിലേക്ക് ഇങ്ങോട്ട് നടക്കണം എന്നാണ് പറയുന്നത്. അവരാദ്യമേ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ചും കൂടെ താഴേക്ക് എത്തിയപ്പോഴത്തേക്ക് അവിടെ കാറും വീടും ഒക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ അഡ്വഞ്ചർ ഹൈക്ക് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. താഴെ എത്തിയപ്പോൾ ആണെങ്കിൽ അതൊക്കെ മുകളിൽ നിന്ന് കണ്ട വെള്ളം ഒഴുകി ഇവിടെ ഒരു അടിപൊളി ഒരു കുഞ്ഞു വാട്ടർഫോള്. നല്ല രസമുണ്ട് അതും കാണാൻ. ഈ കോടയ്ക്കകത്ത് എടോ ഇതുകൊണ്ടായിരിക്കൂടോ ഇതിന് ഫ്ലവർ ഹൈക്ക് എന്ന് പറയുന്നേ. എടോ നോക്ക്, ഫുള്ള് നോക്ക്, പൂക്കള് നോക്ക്. അങ്ങനെ നടന്ന് ഞങ്ങൾ ക്ഷീണിച്ച് വന്ന് ഒരു ഹോട്ടലിൽ അഭയം പ്രാപിച്ചു. ഇവിടുന്ന് ഞങ്ങൾ 2 കാപ്പിയൊക്കെ അടിച്ച് ഇനി ബസ് കയറി വീട്ടിൽ പോവാണ്. നാനാ മടുത്തോ നാനാ? ഏയ് എന്ത് മടുപ്പ്. അമ്മയോ? ചെറുത് ചിക്കൻ ബനാന മടുത്തോടാ? മടുത്തു? അപ്പാ ഇല്ല അപ്പാ ഓ പട്ടിഷോ ഇച്ചിരി കുറച്ചുകൂടെ.
ഇവിടെ ഈ കാപ്പിയും കുടിച്ചിരിക്കുമ്പോൾ ഞാനൊന്ന് ഇറുക്ക കണ്ണടച്ച എനിക്ക് കാണാം ഞാൻ ഇന്ന് കണ്ട എല്ലാ കാഴ്ചകളും. ഒരുപാട് സ്നേഹത്തോടെ ഈ ഓർമ്മകളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇന്ന് സ്വന്തം ലക്ഷ്മി.